നമസ്കാരം, ബ്ലിങ്കിലേക്ക് സ്വാഗതം. ആടിയുലയുന്ന കപ്പലിൽ കൊലപാതകമോ? കപ്പിത്താൻ ഒളിവിലാണ് മേഡം. മേഡം ഒന്നും അറിഞ്ഞില്ല അല്ലേ? കേരളത്തെ തൃശങ്കു സ്വർഗത്തിലിരുത്തി ആശാൻ, അതായത് മാഡം അന്ന് പറഞ്ഞ കപ്പിത്താൻ സുഖചികിത്സയ്ക്ക് പോയിരിക്കുക. ഓ, മേഡം അതറിഞ്ഞില്ല അല്ലേ? അതങ്ങനെ നമ്മുടെ യാചകമന്ത്രിയുമായി കൊമ്പ് കോർക്കുന്ന തിരക്കിൽ മേഡത്തിന് സമയം കിട്ടിയില്ല അല്ലേ? ഓ, തന്നെ 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 സംഗതി അറിയില്ല അല്ലേ? പറയാം. ഇത് കേട്ട് എന്നെ നിങ്ങൾ പ്രേക്ഷകർ പഞ്ഞിക്കിടരുത് കേട്ടോ. സംഗതി ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞു കേട്ടത് മാത്രാട്ടോ. ആരോഗ്യ മേഖലയിൽ 180 തസ്തികകൾ വേണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ടിരുന്നു. ചീഫ് സെക്രട്ടറി അത് അനുവദിച്ചുവരുന്നു. പക്ഷേ നമ്മുടെ KN ബാലഗോപാൽ അത് കയറി അങ്ങ് വെട്ടി 30 ആക്കി. നമ്മുടെ ആ പഴയ മാധ്യമപ്രവർത്തക ഉണർന്നു. ആരോഗ്യമന്ത്രിയല്ല, അവരുടെ ഉള്ളിലുള്ള മാധ്യമപ്രവർത്തക വാളും പരിചയവുമായി അംഗം കുറിക്കാൻ ബാലഗോപാലിനെ വെല്ലുവിളിച്ചു എന്നാ കേട്ടത്. മുൻപ് നടന്ന ക്യാബിനറ്റ് യോഗത്തിലായിരുന്നു സംഭവം. പക്ഷേ ഇപ്പോഴാണ് അത് പുറത്തു വരുന്നത്. ഈ മന്ത്രിമാർ തമ്മിലുള്ള പടരപ്പിണക്കങ്ങൾ മൂലമാണ് ഇപ്പോൾ സംഭവം പുറത്തായത് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഏതായാലും സംഭവം രൂക്ഷമാവുകയും കപ്പിത്താൻ അതിലിടപെടുകയും ചെയ്തു എന്ന് കേൾക്കുന്നു. പക്ഷേ തർക്കത്തിന് പരിഹാരം ഇതുവരെ ആയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിയും വരെ ഇക്കാര്യത്തിൽ പരസ്യതർക്കത്തിൽ ഇടപെടാൻ പാടില്ല എന്ന നിർദ്ദേശത്തിലാണ് ഇപ്പോൾ തച്ചോളി ഉദയനക്കുറുപ്പും ഉണ്ണിയാർച്ച പെണ്ണാളും അടങ്ങിയിരിക്കുന്നത്. ഒരു രഹസ്യം പറയട്ടെ, ആരോടും പറയരുത്. വീണ ജോർജും KN ബാലഗോപാലും തമ്മിൽ നിലനിൽക്കുന്ന വ്യക്തിവിരോധത്തിലാണ് സംഭവം ഇപ്പോൾ പുറത്തായതെന്ന കേൾക്കുന്നത്. ആരോഗ്യ സംവിധാനം നൂല് പൊട്ടിയ പട്ടം പോലെ പരിതാപകരമായ അവസ്ഥ നിലനിൽക്കുമ്പോൾ ഈ പുതിയ വിവാദം ഉയർന്നു വന്നത് മാഡം മന്ത്രിയെ ആകെ അങ്ങോട്ട് പുകച്ചിട്ടുണ്ട്. കേരളത്തിലെ മെഡിക്കൽ കോളേജ് സിസ്റ്റം ആകെ കുഴഞ്ഞു പറഞ്ഞിട്ടും മന്ത്രി വീണയ്ക്ക് LDF മന്ത്രിമാർക്കും നേതാക്കന്മാർക്കും ആരോഗ്യരംഗം ലോകോത്തര നിലവാരത്തിലാണ് കേട്ടോ. അതാണ് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരൊക്കെ അമേരിക്കയിലേക്ക് ചേക്കേറുന്നത് ചികിത്സ നേടാൻ. കാലിയായ ഖജനാവ് കുത്തിത്തുറന്ന് ധനകാര്യമന്ത്രി ഒളിച്ചു വെച്ച പണം എടുത്ത് രാജ്യം വിടുക ഇവരൊക്കെ ചികിത്സയ്ക്കായിട്ട്. ആരോഗ്യരംഗത്തെ ലോകോത്തര നിലവാരമാണത്രേ ഈ കഴിഞ്ഞ ദിവസം ഒരു പാവത്തിനെ കൊന്നത്. മരിക്കുന്നതിന് മുമ്പ് ആ പാവം വേണു എന്ന അതിദരിദ്രനല്ലാത്ത മനുഷ്യൻ തന്നെ കൊന്നവരെക്കുറിച്ച് പറയുന്ന വീഡിയോ പുറത്തു വന്നതോടെ മിണ്ടാട്ടം മുട്ടിയ ആരോഗ്യമന്ത്രിക്ക് വേണു പറഞ്ഞ വാക്കുകൾ കേരള ജനതയുടെ ഏറ്റവും ദുരിതപൂർവമായ അവസ്ഥ നമുക്ക് കാണിച്ചു തരികയാണ് കേട്ടോ. അയാൾ പറഞ്ഞത് കേൾക്കണോ? എടാ, ഞാനിവിടെ വന്ന് പെട്ടുപോയതാടാ. എടാ, എൻ്റെ ജീവനൊരു വിലയുമില്ല. തെരുവ് നായ്ക്കളുടെ വില പോലും നമുക്ക് തരുന്നില്ലടാ ആശുപത്രികളിൽ. കൊല്ലം ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച വേണുവിന് അർജന്റ് ആൻജിയോപ്ലാൻ ചെയ്യാനായി നിർദ്ദേശമുണ്ടായിരുന്നത്. അവിടെ 6 ദിവസം അർജന്റായി സിസ്റ്റത്തിൽ നരകിച്ച് കിടന്നു ആ പാവം മനുഷ്യൻ. അവസാനം സിസ്റ്റം വേണുവിനെ കൊന്നു. അപ്പോഴും ആരോഗ്യമന്ത്രി പറയും, ഇത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്, ഞാനിതൊന്ന് പഠിക്കട്ടെ, പഠിച്ച ശേഷം നമുക്ക് പരിശോധിക്കാം. എങ്ങനെ? മരിച്ച് മരവിച്ച് കിടക്കുന്ന ബോഡി, എല്ലാം നഷ്ടപ്പെട്ട കുടുംബം, ഇനി മന്ത്രി പഠിക്കട്ടെ അല്ലേ? എന്നിട്ട് മരിച്ച ആൾക്ക് ജീവൻ കൊടുക്കാം അല്ലേ മന്ത്രി? കോമഡി തന്നെ ആക്കോ, കോമഡി തന്നെ. അല്ല മന്ത്രി, ഇപ്പം നിങ്ങളെ മുന്നിൽ ഹിമാലയം പോലെ റിപ്പോർട്ടുകളുടെ കൂമ്പാരം ഉണ്ടാവൂലോ? അല്ല, എല്ലാ പോരായ്മകൾക്കും അന്വേഷണ റിപ്പോർട്ടുകൾ ഹാജരാക്കാനല്ലേ മന്ത്രിയുടെ സ്ഥിരം ആവശ്യം. കഷ്ടം മന്ത്രി. ജനത്തിന് പ്രാണവേദന, മന്ത്രിക്ക് വീണവായന. തകർന്ന സിസ്റ്റത്തിനിടയിൽ റോഡും പാലവും പണിത് റീൽസ് ഇട്ട് നടക്കുന്ന ഒരു പയ്യനുണ്ടല്ലോ. എന്തുവാ മക്കളെ അയാളുടെ പേര്? മമ്മദ് റീൽസ്. അല്ല, മരുമോൻ റീൽസ്. അതുമല്ല. ഓ തന്നെ 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 മുഹമ്മദ് റിയാസ്, ആ മന്ത്രി പയ്യൻ തന്നെ. ടൂറിസം വകുപ്പ് അങ്ങയുടെ തന്നെ അല്ലോ മന്ത്രി. കേരളം ദൈവത്തിൻ്റെ നാട് എന്ന ടാഗ് ലൈനിൽ ചിളിക്കുന്ന ഫോട്ടോ വെച്ച് ഗോഡ്സ് ഓൺ കൺട്രി ആകുമ്പോഴും വിദേശികളെ പട്ടി കടിച്ച് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ വിദേശികളെ തല്ലിച്ചതയ്ക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ മന്ത്രി പുങ്കവ. ലോകത്തിലെ തന്നെ ഡോഗ്സ് ഓൺ കൺട്രി ആക്കിയതിന്
നന്ദി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.